ലോമശ മഹർഷിയുടെ സംശയങ്ങൾക്ക് ഇന്ദ്രൻ മറുപടി പറഞ്ഞു തുടങ്ങി. അല്ലയോ മഹർഷേ, അർജുനൻ കേവലമൊരു മനുഷ്യൻ മാത്രമല്ല, നരനാരായണന്മാരായി അവതരിച്ച പുരാണ മുനീശ്വരന്മാർ തന്നെയാണ്. കൃത്യനിർവഹണത്തിനായി ഇപ്പോൾ മനുഷ്യരൂപം സ്വീകരിച്ച് അർജുനനും കൃഷ്ണനുമായി വന്നിട്ടുള്ളത്. അങ്ങത് ദയവായി മനസ്സിലാക്കിയാലും. നിവാതകവചന്മാരെന്ന അസുരന്മാരെ നശിപ്പിക്കുവാനാണ് കുന്തിപുത്രനായ പാർത്ഥൻ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. മഹാതേജസ്വിയായ അർജുനൻ ദേവകാര്യം നിറവേറ്റിക്കഴിഞ്ഞാലുടൻ ഭൂമിയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയും ചെയ്യും. അതിനു മുമ്പ് മഹർഷേ, അങ്ങെനിക്ക് ഒരു സഹായം ചെയ്തു തരുമോ? അർജുന സഹോദരന്മാർ ഇപ്പോൾ കാമ്യകവനത്തിൽ താമസിക്കുന്നുണ്ട്. അവരെല്ലാം അർജുനന്റെ വിവരങ്ങൾ ഒന്നും അറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങ് അവരുടെ അടുത്ത് ചെന്ന് ഞാൻ പറയുന്നതായ വിശേഷങ്ങൾ അവരോട് പറയണം. അർജുനൻ ദേവലോകത്ത് സുഖമായി കഴിയുന്നു. സകല ദിവ്യാസ്ത്രങ്ങളും നേടിയെടുത്ത് അവൻ ഉടൻ തന്നെ നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി വരുന്നതാണ്. ഇത്രയും അങ്ങ് അവരോട് പറയണം. അർജുനന്റെ സഹോദരങ്ങളുടെ ഉത്കണ്ഠയ്ക്ക് ശമനം ഉണ്ടാകട്ടെ. ഇന്ദ്രന്റെ വാക്കുകൾ കേട്ട് ലോമശ മഹർഷിക്ക് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ ഉടൻ തന്നെ കാമ്യകവനത്തിലെത്തി അർജുനന്റെ വിശേഷങ്ങളൊക്കെ പറയാം. അങ്ങനെ ലോമശ മഹർഷി കാമ്യകവനത്തിലെത്തി യുധിഷ്ഠിരനെയും സഹോദരങ്ങളെയും ഒക്കെ കണ്ട് അർജുനന്റെ വിശേഷങ്ങൾ പറയുന്നു. യുധിഷ്ഠിര, താങ്കളും അനുജന്മാരുമൊന്നും അല്പം പോലും വിഷമിക്കേണ്ടതില്ല. ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ എതിർത്ത് അവരെയെല്ലാം ജയിക്കുവാനുള്ള കഴിവ് അർജുനൻ നേടിക്കൊണ്ടിരിക്കുന്നു. സകല ദിവ്യാസ്ത്രങ്ങളും നേടിയെടുത്ത് അർജുനൻ ഉടൻ മടങ്ങി വരുന്നതാണ്. ഇന്ദ്രന്റെ ഈ സന്ദേശങ്ങൾ ലോമശ മഹർഷി അവരെ അറിയിക്കുന്നു. മഹർഷിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും അതിരറ്റ് സന്തോഷിച്ചു. ദിവ്യാസ്ത്രങ്ങളൊക്കെ സ്വന്തമാക്കി അർജുനൻ എത്തുന്ന ആ ദിവ്യമുഹൂർത്തത്തിനായി പിന്നീട് കാത്തിരിക്കുകയാണ് അവരെല്ലാവരും. അർജുനൻ ഉടൻ തന്നെ മടങ്ങി വരുമല്ലോ. അർജുനൻ ദിവ്യാസ്ത്രങ്ങളൊക്കെ നേടുവാൻ പോയ വിവരങ്ങൾ ധൃതരാഷ്ട്ര മഹാരാജാവ് അറിയുന്നുണ്ടായിരുന്നു. പരമേശ്വരനെ പ്രസാദിപ്പിച്ച് പാശുപതാസ്ത്രം വാങ്ങിയതും പിന്നീട് ദേവേന്ദ്രന്റെ അനുഗ്രഹത്താൽ സ്വർഗലോകത്തേക്ക് പോയതുമൊക്കെ ധൃതരാഷ്ട്രർ അറിഞ്ഞു. അതുമാത്രമല്ല, ദേവന്മാരിൽ നിന്ന് അർജുനൻ പല ദിവ്യാസ്ത്രങ്ങളും നേടിയെന്നത് അറിഞ്ഞപ്പോൾ സത്യത്തിൽ ധൃതരാഷ്ട്രർക്ക് വലിയ പരിഭ്രമമാണ് ഉണ്ടായത്. അദ്ദേഹം ഉടൻ തന്നെ സഞ്ജയനെ വിളിച്ചു വരുത്തി ഇപ്രകാരം പറയുവാൻ തുടങ്ങി. സഞ്ജയ, അർജുനന്റെ വീരകൃത്യങ്ങളെപ്പറ്റിയെല്ലാം ഞാൻ കേട്ടു. നീയും അതൊക്കെ കേട്ടിരിക്കുമല്ലോ. ദുർബുദ്ധിയായ എൻ്റെ മകൻ ദുര്യോധനന് ഇനിയും നല്ല ബുദ്ധി തോന്നുന്നില്ലല്ലോ. അവൻ ഈ ഭൂമിയെ മുഴുവൻ നശിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യധർമ്മങ്ങളിൽ നിന്ന് അണുപോലും ചലിക്കാത്ത യുധിഷ്ഠിരനും പിന്നെ വില്ലാളി വീരനായ അർജുനനും ഇനിയിപ്പോൾ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ഗതിയുണ്ടോ? ദിവ്യാസ്ത്രങ്ങളെല്ലാം നേടിയെത്തുന്ന അർജുനനോട് എതിരിടുവാൻ ദ്രോണർക്കോ കർണനോ ഭീഷ്മർക്കോ സാധിക്കുമോ? എനിക്കറിയില്ല സഞ്ജയ. ഇതൊക്കെ ചിന്തിച്ച് എനിക്ക് ഉറങ്ങുവാൻ പോലും സാധിക്കുന്നില്ല. മഹാരാജാവേ, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഇനി വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല. പാണ്ഡവരെ പല വിധത്തിലും അങ്ങയുടെ മക്കൾ വല്ലാതെ ദ്രോഹിച്ചിട്ടുണ്ട്. സ്വന്തം ധർമ്മപത്നിയായ ദ്രൗപദിയെ കൗരവസഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന ആ ക്രൂരകൃത്യം പാണ്ഡവർ മറക്കുമോ? അങ്ങയുടെ മക്കൾ ആരുടെയും ഉപദേശം കേൾക്കുവാൻ തയ്യാറായില്ല. പാണ്ഡവരുടെ ശക്തിയെപ്പറ്റി അറിയാമായിരുന്നിട്ടും അവരെ എപ്പോഴും ദ്രോഹിക്കുകയാണ് ദുര്യോധനൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ വിധി അനുഭവിക്കട്ടെ എന്ന് വിചാരിക്കുവാനേ നമുക്ക് കഴിയുകയുള്ളൂ. അതാണ് സത്യം. ധൃതരാഷ്ട്രർ ഇതെല്ലാം ശ്രദ്ധയോടെ കേട്ടു. എന്നിട്ട് വീണ്ടും സഞ്ജയനോട് പറയുകയാണ്, സഞ്ജയ, നീ പറയുന്നതെല്ലാം ശരിയാണ്. എന്തിന്? ഞാൻ പറയുന്നതൊന്നും ദുര്യോധനൻ കേൾക്കുന്നില്ല. അവന് ദുർബുദ്ധി ഉപദേശിച്ചു കൊടുക്കുവാൻ ശകുനിയും കർണനും പിന്നെ അവൻ്റെ കൂട്ടുകാരെല്ലാവരുമുണ്ട്. അവരൊക്കെ പറയുന്നത് കേട്ട് പ്രവർത്തിക്കുവാനാണ് ദുര്യോധനന് ഇഷ്ടം. അവരൊന്നും അവനെ രക്ഷിക്കുവാൻ തക്കതായ ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അർജുനന് അനായാസേന കൗരവ സൈന്യത്തെ മുഴുവൻ നശിപ്പിക്കുവാൻ കഴിയും എന്നത് തീർച്ചയാണ്. അതെൻ്റെ മകന് എന്താണ് ഇനിയും മനസ്സിലാകാത്തത് സഞ്ജയ? സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, ഇതെല്ലാം അങ്ങയുടെ തെറ്റുകൾ കൊണ്ട് തന്നെ വന്നു ചേർന്നതാണ്. മക്കളെ അതിരറ്റ സ്നേഹം കൊണ്ട് ലാളിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. വിവേകികളായ പിതാക്കന്മാർ ഇങ്ങനെയൊന്നുമല്ല പ്രവർത്തിക്കേണ്ടത്. മക്കൾ പറയുന്നതെല്ലാം കേട്ട് അതിനെ അഭിനന്ദിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. മറിച്ച് അവർ പറയുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കുന്നതിനോടൊപ്പം മക്കളുടെ മോശം പ്രവൃത്തികളെയും ചിന്തകളെയും തിരുത്തുവാനും നാം തയ്യാറാവുകയും വേണം. പാണ്ഡവരുടെ മനസ്സിന് വലിയ മുറിവാണ് ഉണ്ടായിരിക്കുന്നത്. സ്വന്തം പത്നിയെ സഭാമധ്യത്തിൽ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിച്ചതിൻ്റെ മുറിവ് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഉണങ്ങില്ല. അതുമാത്രമല്ല, ദുഃഖം കൊണ്ട് വിലപിച്ച ദ്രൗപദിയെ ശ്രീകൃഷ്ണൻ സമാശ്വസിപ്പിച്ച് പറഞ്ഞ വാക്കുകളും വരാൻ പോകുന്ന ഒരു യുദ്ധത്തിൻ്റെ കേളികൊട്ടായി നമുക്ക് കാണാം മഹാരാജാവേ. സഞ്ജയൻ്റെ ഈ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ധൃതരാഷ്ട്രർ ഏറെ ധർമ്മസങ്കടത്തിലായി. അദ്ദേഹത്തിൻ്റെ ദുഃഖം ഇരട്ടിയായി. ഇനി എന്താണ് ചെയ്യേണ്ടത്? വിതുരനും സഞ്ജയനുമൊക്കെ മുന്നേ പറഞ്ഞ ഉപദേശങ്ങൾ കേൾക്കാതിരുന്നതിലുള്ള ഫലം ഇനി താനും തൻ്റെ മക്കളും അനുഭവിക്കുമോ?
ധൃതരാഷ്ട്രർ വല്ലാതെ പശ്ചാത്തപിക്കുന്നു.